ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മിന്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഡിഫൻസ്, അതായത് സീരീസിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് അവൈലബിൾ ആണ്. സീരീസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതുപോലെ പിന്നെന്താണ് നോക്കിയത്? ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, പിന്നെ ആരാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ എന്ന് നോക്കി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോള് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് നോക്കിയിരുന്നു. അതുപോലെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡ്സും ഹെഡ് ക്വാർട്ടേഴ്സും പഠിച്ചു. പിന്നെ 3 റാങ്കുകളും, അതായത് കമ്മീഷൻ റാങ്ക്സ്, 3 സർവീസസിലുള്ള കമ്മീഷൻ റാങ്ക്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതായത് ഇക്വലന്റ് ആയിട്ട് വരുന്ന കമ്മീഷൻ റാങ്ക്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ ഇന്ത്യൻ ആർമി മെഡൽസ് ആൻഡ് ഹോണേഴ്സ് പഠിച്ചു. ഇനിയിപ്പോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെറിട്ടോറിയൽ ആർമി, അതുപോലെ തന്നെ DRDO, ഇന്ത്യൻ മിസൈൽസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ മിസൈൽസ് എന്നുള്ളത്. പിന്നെ ഡിഫൻസ് അണ്ടർടേക്കിംഗ്സ്, പിന്നെ ആംഡ് ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യൻ ആർമി എക്സസൈസ്, ഇന്ത്യൻ എയർഫോഴ്സ് എക്സസൈസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടെറിട്ടോറിയൽ ആർമി എന്താണ്? ടെറിട്ടോറിയൽ ആർമി ഇറ്റ് ഈസ് എ സിറ്റിസൺസ് വോളണ്ടറി ഫോഴ്സ് വിച്ച് ഫംഗ്ഷൻ ഓൺ എ പാർട്ട് ടൈം ബേസിസ്. ഒരു പാർട്ട് ടൈം ബേസിസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റിസൺസിന്റെ വോളണ്ടറി ഫോഴ്സ് ആണ് ഇത് ഈ ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 9th October 1949 ഒക്ടോബർ 9, 1949 ടെറിട്ടോറിയൽ ആർമി എസ്റ്റാബ്ലിഷ് ആയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതായത് മിലിറ്ററി ട്രെയിനിങ് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സിറ്റിസൺസിന്, അതായത് അവരുടെ സ്പെയർ ടൈമിൽ മിലിറ്ററി ട്രെയിനിങ് റിസീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ ടെറിട്ടോറിയൽ ആർമി നിലവിൽ വന്നത്. ഓക്കെ, എന്താണ് ടെറിട്ടോറിയൽ ആർമി? ഇറ്റ് ഈസ് എ സിറ്റിസൺസ് വോളണ്ടറി ഫോഴ്സ് വിച്ച് ഫംഗ്ഷൻഡ് ഓൺ എ പാർട്ട് ടൈം ബേസിസ്. It was established on 9th October 1949 and is designed to give the citizens an opportunity to receive military training during their spare time. ഇത്രയേ ഉള്ളൂ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഇനി അടുത്തതാണ് DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. എന്താണ് DRDO ഫോം ആയത് എന്നാണ്? 1958 DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപീകൃതമായത്. ബൈ ദ മെർജർ ഓഫ് ദി ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ദ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ വിത്ത് ദ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. ഈ പേരുകൾ ഓർത്തു വെക്കുക. ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, പിന്നെ ഏതാണ് ഓർത്തു വെക്കേണ്ടത്? ദ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ വിത്ത് ദ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ ഏതാണ്? ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത്രയും പേരുകളൊക്കെ ഓർത്തു വെച്ചാൽ മതിയാവും. DRDO എന്ന് പറയുന്നത് എന്താണ്? DRDO വാസ് ഫോംഡ് ഇൻ 1958 ബൈ ദ മെർജർ ഓഫ് ദി ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ദ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ വിത്ത് ദ ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. എന്തിനാണ് DRDO റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അതായത് it is responsible for the development of technology for use by the military യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് ടെക്നോളജീസിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? DRDO റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പല മിസൈൽസ് എന്താണ് DRDO ഡെവലപ്പ് ചെയ്ത മിസൈൽസ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. DRDO എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ. DRDO വാസ് formed in 1958 by the merger of the Technical Development Establishment and the Directorate of Technological Development and the Production with the Defense Science Organization. It is responsible for the development of technology for use by the military. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് DRDOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി ഇന്ത്യൻ മിസൈൽസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ CDS എക്സാമിനേഷനകത്ത്. ഏതൊക്കെയാണ് ഇന്ത്യൻ മിസൈൽ? നമുക്ക് നോക്കാം. മിസൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്നി 1 to 6 ബാലിസ്റ്റിക് മിസൈൽ ആണ്. റേഞ്ച് വേരിയിങ് ഫ്രം 700 to 10,000 കിലോമീറ്റർ. അഗ്നി എന്ന് പറയുന്ന 1 to 6 ആണ്, 5 അല്ല, 1 to 6 ആണ്. ഒരു സീരീസ് ഓഫ് മിസൈൽസ് ആണ്. ഇത് എന്താണ്? ബാലിസ്റ്റിക് മിസൈൽ ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 700 to 10,000 കിലോമീറ്റർ
ആണ്. ഇനി പൃഥ്വിയാണ്. ഇറ്റ് ഈസ് എ ടാക്ടിക്കൽ സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ഓർത്ത് വെക്കുക, പൃഥ്വി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് പൃഥ്വി എന്ന് പറയുന്നത്. ഇതിന് 3 വേർഷൻസ് ഉണ്ട്. പൃഥ്വി 1, പൃഥ്വി 2 ആൻഡ് പൃഥ്വി 3. പിന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 to 350 കിലോമീറ്റേഴ്സ് ആണ്. പൃഥ്വി എന്ന് പറയുന്നത് ഒരു സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. 3 വേർഷൻസ് ഉണ്ട്. പൃഥ്വി 1, പൃഥ്വി 2 ആൻഡ് പൃഥ്വി 3. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 to 350 കിലോമീറ്റേഴ്സ് ആണ്. ഇനി അടുത്തതാണ് ധനുഷ്. അതായത് പൃഥ്വി 3യുടെ ഒരു നേവൽ വേർഷൻ ആണ് ഇത്. ധനുഷ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓക്കെ. വിച്ച് ക്യാൻ ബി ലോഞ്ച് ഫ്രം ഷിപ്സ്. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്? ഷിപ്സിൽ നിന്നാണ് ഈ ധനുഷ് മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ക്യാരി 500 kilograms ഓഫ് കൺവെൻഷണൽ ഓർ ന്യൂക്ലിയർ വാർഹെഡ്. ഓക്കെ, എത്ര കിലോഗ്രാം വരെയാണ്? 500 kilogram വരെ. ഓർത്ത് വെക്കുക. ധനുഷ് എന്ന് പറയുന്നത് എന്താണ്? പൃഥ്വി 3യുടെ ഒരു നേവൽ വേർഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. പിന്നെ അതെന്താണ്? വിച്ച് ക്യാൻ ബി ലോഞ്ച് ഫ്രം ഷിപ്സ്. ഷിപ്സിൽ നിന്ന് വേണേൽ ഷിപ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈൽ ആണ് ധനുഷ്. ആൻഡ് ഇറ്റ് ക്യാൻ ക്യാരി 500 kilograms ഓഫ് കൺവെൻഷണൽ ഓർ ന്യൂക്ലിയർ വാർഹെഡ്. അടുത്തതാണ് അസ്ട്ര. ഇറ്റ് ഈസ് എ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ. അസ്ട്ര എന്താണ്? ഒരു എയർ ടു എയർ മിസൈൽ ആണ്. ഓർത്തു വെക്കുക, അസ്ട്ര എന്ന് പറയുന്നത് ഒരു എയർ ടു എയർ മിസൈൽ ആണ്. ഇനി അടുത്തത് ആകാശ്. ഇറ്റ് ഈസ് എ മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. ആകാശ് എന്താണ്? ഒരു മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. ഓക്കെ, ഇതൊക്കെ ഏത് രീതിയിലുള്ള മിസൈൽസ് ആണെന്ന് പഠിച്ചു വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും കാണാണ്ട് പഠിച്ചു വെക്കുക. നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ആകാശ് എന്ന് പറയുന്നത് എന്താണ്? മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. അതുപോലെ തൃശൂർ ഒരു ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ് എന്ത്? തൃശൂർ എന്ന് പറയുന്നത്. അടുത്തത് നാഗ്. ഇറ്റ് ഈസ് ഇന്ത്യാസ് 3rd ജനറേഷൻ ആന്റി ടാഗ് മിസൈൽ. നാഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റി ടാഗ് മിസൈൽ ആണ് നാഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് നമ്മൾ എവിടെയാണ് കേട്ടിരുന്നത്? അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ടൈമിലൊക്കെ നമ്മൾ കുറെ തവണ ഇത് ന്യൂസിലാണെങ്കിലും കേട്ടിട്ടുണ്ട് ഈ ഒരു പേര്. ഓക്കെ, ബ്രഹ്മോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ഓക്കെ, വിച്ച് ക്യാൻ ബി ലോഞ്ച് ഫ്രം സബ്മറീൻസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് ലാൻഡ്. എയർക്രാഫ്റ്റ് ഓർ ലാൻഡ്, അതായത് ലാൻഡിൽ നിന്നോ എയർക്രാഫ്റ്റിൽ നിന്നോ ഷിപ്പിൽ നിന്നോ സബ്മറീനിൽ നിന്നോ ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ ഇൻ ഓപ്പറേഷൻ. എന്താണ്? ഓപ്പറേഷനിലുള്ള വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രഹ്മോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ദാറ്റ് ക്യാൻ ബി ലോഞ്ച് ഫ്രം സബ്മറീൻ, ഷിപ്സ്, എയർക്രാഫ്റ്റ് ഓർ ലാൻഡ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ ഇൻ ഓപ്പറേഷൻ. അടുത്തതാണ് ശൗര്യ. ഷോർട്ട് റേഞ്ച് സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്ഡ് ബൈ DRDO. ഓക്കെ, DRDO ഡെവലപ്പ് ചെയ്ത ഒരു ഷോർട്ട് റേഞ്ച് സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് ശൗര്യ എന്ന് പറയുന്നത്. അടുത്തതാണ് നിർഭയ്. നിർഭയ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. എവിടെയാണ് ഡെവലപ്പ് ആയത്? ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ് നിർഭയ് എന്ന് പറയുന്നത്. അടുത്തത് ബറാക്ക് 8. ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇസ്രായേൽ ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ബറാക്ക് 8 എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇസ്രായേൽ ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. അടുത്തതാണ് അശ്വിൻ. ഇറ്റ് ഈസ് ആൻ ആന്റി ബാലിസ്റ്റിക് മിസൈൽ. ഓർത്തുവെക്കുക, അശ്വിൻ എന്ന് പറയുന്നത് ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം ഇന്ത്യൻ മിസൈൽസ് ഏതൊക്കെയാണെന്ന്. അഗ്നി 1 to 6 ബാലിസ്റ്റിക് മിസൈൽ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 700 to 10,000 കിലോമീറ്റർ വരെയാണ്. ഇനി പൃഥ്വി എന്ന് പറയുന്നത്, അടുത്തതാണ് പൃഥ്വി. ഇറ്റ് ഈസ് എ ടാക്ടിക്കൽ സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ഇറ്റ് ഹാസ് 3 വേർഷൻസ്, പൃഥ്വി 1, പൃഥ്വി 2 ആൻഡ് പൃഥ്വി 3 വിത്ത് റേഞ്ച് ഓഫ് 150 to 350 കിലോമീറ്റർ. റേഞ്ച് വരുന്നത് എത്രയാണ്? 150 to 350 കിലോമീറ്റർ ആണ്. അടുത്തതാണ് ധനുഷ്. ധനുഷ് എന്ന് പറയുന്നത് എന്താണ്? പൃഥ്വി 3യുടെ ഒരു നേവൽ വേർഷൻ എന്ന് പറയാം. വിച്ച് ക്യാൻ ബി ലോഞ്ച് ഫ്രം ഷിപ്സ്. ഇറ്റ് ക്യാൻ ക്യാരി 500 kilograms ഓഫ് കൺവെൻഷണൽ ഓർ ന്യൂക്ലിയർ വാർഹെഡ്. ഇനി അടുത്തതാണ് അസ്ട്ര. അസ്ട്ര എന്താണ്? ഒരു എയർ ടു എയർ മിസൈൽ ആണ്. ആകാശ് എന്ന് പറയുന്നത് ഒരു സർഫേസ് ടു എയർ മിസൈൽ ആണ്. അടുത്ത മിസൈൽ ആണ് തൃശൂൽ. തൃശൂൽ എന്താണ്? ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. അടുത്തതാണ് നാഗ്. നാഗ് ഒരു ഇന്ത്യസ് 3rd ജനറേഷൻ ആന്റി ടാങ്ക് മിസൈൽ ആണ്. അടുത്തതാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് എന്താണ്? ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ദാറ്റ് ക്യാൻ ബി ലോഞ്ച് ഫ്രം സബ്മറീൻ, ഷിപ്സ്, എയർക്രാഫ്റ്റ് ഓർ ലാൻഡ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ ഇൻ ഓപ്പറേഷൻ. അടുത്തതാണ് ശൗര്യ. അതെന്താണ്? ഒരു ഷോർട്ട് റേഞ്ച് സർഫേസ് ടു സർഫേസ്
ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഡെവലപ്പ് ചെയ്തത് ആരാണ്? DRDO ആണ്. അടുത്തതാണ് നിർഭയ്, ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ ആണ്. എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? ഇന്ത്യയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് ബറാക്ക് 8. ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇസ്രായേൽ ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ബറാക്ക് 8 എന്താണ്? ഒരു ഇന്ത്യൻ ഇസ്രായേൽ ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. ഓർത്തുക, സർഫേസ് ടു എയർ മിസൈൽ. അടുത്തതാണ് അശ്വിൻ, ഇറ്റ് ഈസ് ആൻ ആന്റി ബാലിസ്റ്റിക് മിസൈൽ. ഇത്രയാണ് ഇന്ത്യൻ മിസൈൽസിൽ എന്നൊരു ടോപ്പിക്കിൽ, മിസൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കാണാണ്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഡിഫൻസ് അണ്ടർടേക്കിംഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പേരുകൾ പഠിച്ചു വെച്ചാൽ മതി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML, മിസ്റ്റർ ദത്തു നിഗം ലിമിറ്റഡ്, Zagon Dock Shipbuilders Limited, Hindustan Shipyard Limited, Goa Shipyard Limited, Garden Reach Shipbuilders and Engineers Limited. ഇത്രയാണ് എന്ത്? ഡിഫൻസ് അണ്ടർടേക്കിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഓർത്തു വെക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, മിസ്റ്റർ ദത്തു നിഗം ലിമിറ്റഡ്, Mazagon Dock Shipbuilders Limited, Hindustan Shipyard Limited, Goa Shipyard Limited, Garden Reach Shipbuilders and Engineers Limited. ഓക്കെ, ഇനി അടുത്തത് ആംഡ് ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ആംഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ഫോർ സെക്യൂരിറ്റി അലോങ് ദ ബോർഡേഴ്സ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. അടുത്തതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. അടുത്തത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ റൈറ്റ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ CRPF. അടുത്തതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP. ഓക്കെ, അടുത്തത് സഹസ്ര സീമ ബെൽ SSB. ഈ 5 കാര്യങ്ങളൊക്കെ 5 ആംഡ് ഫോഴ്സസ് ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ആംഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ആംഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ആംഡ് ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്? ഏതൊക്കെയാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, സഹസ്ര സീമ ബൽ SSB. ഓക്കെ, അടുത്തതാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? ഇന്ത്യ ഹാസ് ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻ സിന്ദൂർ ഇൻ റെസ്പോൺസ് ടു ദ പഹൽഗാം ടെറർ അറ്റാക്ക്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടിയില്ല, എല്ലാവർക്കും അറിയാം. ന്യൂസിലൊക്കെ നമ്മൾ ഒത്തിരി തവണ കണ്ടിട്ടുള്ളതാണ്. എന്താണ്? പഹൽഗാം ടെറർ അറ്റാക്കിന് ഒരു റെസ്പോൺസ് എന്ന രീതിയിൽ ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഏതൊക്കെ ഫോഴ്സസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, 3 ഫോഴ്സസും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 9 ടെറർ ലിങ്ക്ഡ് സൈറ്റ്സ് ആയിരുന്നു, ബിലോങ്ങിങ് ടു ജെയ്ഷെ മുഹമ്മദ് ആൻഡ് ലഷ്കർ ഇ തയ്ബ. ഓക്കെ, ഇത്രയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ആർമി എക്സസൈസസ് 2024 എക്സസൈസ് ഒക്കെ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി 25 നടന്നതാണ്. സൂര്യകിരൺ, അത് ഏതൊക്കെയാണ്? ഇന്ത്യ നേപ്പാൾ തമ്മിലാണ്. അടുത്തത് ടീസ്റ്റ പ്രഹാർ, ഓപ്പറേഷൻ ഷീൽഡ്, കപ്പാസിറ്റി ഡെവലപ്മെന്റ് ഡെമോൺസ്ട്രേഷൻസ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ ആർമി എക്സസൈസസ്, സൂര്യകിരൺ, ടീസ്റ്റ പ്രഹാർ, ഓപ്പറേഷൻ ഷീൽഡ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സസൈസ് ഏതൊക്കെയാണ്? ആക്രമൺ 2025, സീ ഡ്രാഗൺ 2025, ധർമ്മ ഗാർഡിയൻ 2025. ഈ ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ളതായിരുന്നു. ഓർത്തു വെക്കുക. ഇന്ത്യൻ എയർഫോഴ്സ് എക്സസൈസസ് ഏതൊക്കെയാണ്? ആക്രമൺ 2025, സീ ഡ്രാഗൺ 2025, ധർമ്മ ഗാർഡിയൻ 2025. കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓക്കെ, നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ, പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താലും മതിയാവും. ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.